നമസ്കാരം. 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചോരപ്പുഴ ഒഴുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യപ്രതിയായ അൽതാഫ് ഹുസൈൻ ഷെയ്ഖ് ഒടുവിൽ പിടിയിൽ. 1991 ഏപ്രിൽ 2-ന് നടന്ന ആ ക്രൂരമായ സ്ഫോടനത്തിൽ അർദ്ധസൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ 3 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. 18ഓളം സാധാരണക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ മൃദു സമീപനത്തിന്റെയും ഭീകരവാദത്തോടുള്ള സന്ധിചെയ്യൽ നയങ്ങളുടെയും ഫലമായി ഇത്തരം കുറ്റവാളികൾക്ക് വർഷങ്ങളോളം ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നത് ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ രംഗത്ത് സമൂലമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. തീവ്രവാദത്തോടും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോടും യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നടപ്പിലാക്കുന്നത്. പതിറ്റാണ്ടുകളായി നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജവിലാസങ്ങളിൽ സുഖലോലുപരായി കഴിഞ്ഞിരുന്ന ഭീകരരെയും അവരുടെ സഹായികളെയും ഓരോരുത്തരായി കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് പുതിയ ഭാരതത്തിന്റെ ദൃഢനിശ്ചയം. ജമ്മു റെയിൽവേ പോലീസ് കഴിഞ്ഞ 2 വർഷമായി നടത്തിയ അതീവ രഹസ്യവും മാതൃകാപരവുമായ അന്വേഷണത്തിലൂടെയാണ് ബിജ്ബെഹ്റയിൽ ബിസിനസ്സുകാരനായി വേഷം മാറി കഴിഞ്ഞിരുന്ന ഈ ഒരു പ്രതിയെ കുടുക്കാൻ കഴിഞ്ഞത്. 90കളിൽ കാശ്മീർ ഉപഭൂഖണ്ഡത്തിൽ അരങ്ങേറിയ അക്രമ പരമ്പരകളുടെയും വിഘടനവാദ പ്രവർത്തനങ്ങളുടെയും ബാക്കി പത്രമായിരുന്നു തവി റെയിൽവേ സ്റ്റേഷനിലെ ബോംബ് സ്ഫോടനം. അന്നത്തെ കാലഘട്ടത്തിലെ ദൗർബല്യവും അപര്യാപ്തവുമായ സാങ്കേതിക വിദ്യയും കാരണം പ്രതികൾ രക്ഷപ്പെട്ടു. എന്നാൽ കാലം മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യയും രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിയും ഒരുപോലെ വളർന്നിരിക്കുന്നു. ഏത് അറ്റത്തൊളിച്ചാലും രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു അറസ്റ്റ്. BJP എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രം ആദ്യമെന്ന തത്വം ഇവിടെ ഒരിക്കൽ കൂടി യാഥാർത്ഥ്യമാവുകയാണ്. ദേശവിരുദ്ധ ശക്തികൾക്ക് എക്കാലവും അഭയകേന്ദ്രങ്ങളായി മാറിയ പല സംവിധാനങ്ങളും ഇന്ന് സുരക്ഷാ ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലാണ്. ഈ വിജയം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ ദൃഢതയും ഇച്ഛാശക്തിയും സാക്ഷ്യപ്പെടുത്തുന്നു. ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ശക്തമായ ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമേ നിരപരാധികളുടെ ജീവന് നീതി ലഭ്യമാകാൻ കഴിയൂ എന്നത് ഈ സംഭവം വ്യക്തമാക്കുന്നു. 90കളുടെ തുടക്കത്തിൽ കാശ്മീർ താഴ്വരയിൽ വിഘടനവാദ ശക്തികൾ അഴിച്ചുവിട്ട ഭീകരവാദത്തിൻ്റെ ക്രൂരതയായിരുന്നു 1991 ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനം. സമാധാനകാംക്ഷികളായ സാധാരണക്കാരുടെയും രാജ്യത്തിൻ്റെ കാവൽക്കാരായ സൈനികരുടെയും ചോര ചിന്തിക്കൊണ്ട് ഈ പ്രദേശം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ മേഖലയായി മാറി. അന്ന് സമാധാന ജീവിതം നയിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഭീതിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും കറുത്ത നിഴൽ വീഴ്ത്തിയ ആ സംഭവം ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനാജനകമായ ഓർമ്മകളിലൊന്നാണ്. നിരപരാധികളെ ലക്ഷ്യമിട്ട് നടത്തിയ ഇത്തരം നീചമായ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മേലേൽപ്പിച്ച ആഘാതം ചെറുതല്ല. വ്യാജവിലാസങ്ങളും തെറ്റായ തിരിച്ചറിയൽ കാർഡുകളും ഉപയോഗിച്ച് സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കാൻ ഒളിവിൽ കഴിയുന്ന ഭീകരർക്ക് സാധിക്കുന്നു എന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. അൽതാഫ് ഹുസൈൻ ഷെയ്ഖ് ബിജ്ബെഹ്റയിൽ ഒരു ബിസിനസ്സുകാരനായി നടത്തിയ ജീവിതം ഇത്തരത്തിലുള്ള ഗൂഢപദ്ധതികളുടെ ആഴം വ്യക്തമാക്കുന്നു. വർഷങ്ങളോളം നിയമവ്യവസ്ഥയുടെ കണ്ണുവെട്ടിച്ച് സാധാരണക്കാരെ പോലെ ജീവിച്ച ഇയാൾ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് എത്രമാത്രം ഭീഷണിയാണെന്ന് ഈ ഒരു ഒളിവ് ജീവിതം തെളിയിക്കുന്നു. വ്യാജ തിരിച്ചറിയലുകൾ സൃഷ്ടിച്ച് ഒളിവിൽ കഴിയുന്ന ഇത്തരം കുറ്റവാളികളെ കണ്ടെത്തുക എന്നത് സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയായിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചെയ്ത കുറ്റത്തിന് നിയമപരമായ ശിക്ഷ അനുഭവിക്കണമെന്ന യാഥാർത്ഥ്യം നടപ്പിലാക്കാൻ ജമ്മു റെയിൽവേ പോലീസ് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾ അഭിനന്ദാർഹമാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ കേസിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. പഴയകാല തെളിവുകളും അപര്യാപ്തമായ രേഖകളും വീണ്ടും പരിശോധിച്ചും ആധുനിക അന്വേഷണ രീതികൾ അവലംബിച്ചുമാണ് പോലീസ് ഈ വലിയ നേട്ടം കൈവരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ ജാഗ്രതയും അർപ്പണബോധവുമാണ് പതിറ്റാണ്ടുകളായി നിഴലിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിച്ചത്. ഭീകരവാദത്തോട് യാതൊരുവിധ ദയയും കാണിക്കരുതെന്ന BJP സർക്കാരിൻ്റെ ഉറച്ച നിലപാടാണ് ഇത്തരം പ്രതികളെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികൾക്ക് ഊർജം പകർന്നത്. ദേശീയ സുരക്ഷയാണ് രാജ്യത്തിൻ്റെ പ്രഥമ പരിഗണന എന്ന നയം ഇന്ന് ഭരണതലത്തിൽ പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ മണ്ണിൽ അക്രമം അഴിച്ചുവിട്ട് എവിടെയെങ്കിലും സുരക്ഷിതരായി ജീവിക്കാമെന്ന വ്യാമോഹം ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ കൂടുതൽ ശക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ ഏത് കോണിലായാലും സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ശക്തമായൊരു സർക്കാരിൻ്റെ കടമയാണ്. തവി റെയിൽവേ സ്റ്റേഷനിൽ ജീവൻ നഷ്ടപ്പെട്ട അർദ്ധസൈനികർക്കും സാധാരണക്കാർക്കും യഥാർത്ഥ നീതി ഉറപ്പാക്കുന്നതാണ് ഈ അറസ്റ്റ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതി വൈകിയെങ്കിലും അത് ലഭ്യമായി എന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇരട്ടിപ്പിക്കുന്നതാണ്.
പൗരന്മാരുടെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടതിനു ശേഷം ജമ്മു കാശ്മീരിൽ സമാധാനവും വികസനവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ പഴയകാല കുറ്റകൃത്യങ്ങളുടെ അവശേഷിപ്പുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. വിഘടനവാദ ശക്തികൾക്കും അവരുടെ ഒളിത്താവളങ്ങൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന പുതിയ കാശ്മീരിന്റെ ഉദയമാണ് നാം കാണുന്നത്. ഭീകരവാദത്തിനും വളക്കൂറുള്ള മണ്ണായിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെപ്പോലെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാതയിലേക്ക് ചുവടുവെക്കുമ്പോൾ ഇത്തരം നീതിന്യായ നടപടികൾ അതിന് കൂടുതൽ കരുത്ത് പകരുന്നു. പഴയ കാലത്തെ പോലെ പ്രതികൾക്കിനി അനന്തമായ ഒളിവിൽ കഴിയാൻ കഴിയില്ല. ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏകോപനവും രാജ്യദ്രോഹികളെ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച കുറ്റാന്വേഷണ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിൽ പോലും ഡിജിറ്റൽ തെളിവുകളുടെയും ആധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നത് ഭാരതീയ സുരക്ഷാ സേനയുടെ സാങ്കേതിക മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. 35 വർഷം എന്നത് ചെറിയൊരു കാലയളവല്ല. ഇത്രയും കാലം നിയമത്തിന് പിടികൊടുക്കാതെ കഴിഞ്ഞെങ്കിലും നീതിയുടെ കരങ്ങൾ എത്ര ദൂരെയാണെങ്കിലും കുറ്റവാളികളെ തേടിയെത്തുമെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. സമയം എത്രയെടുത്താലും രാജ്യത്തോടും ജനങ്ങളോടും ചെയ്ത ദ്രോഹങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഇരകളുടെ കുടുംബങ്ങൾക്ക് മാനസികമായി വലിയൊരു ആശ്വാസവും സമാധാനവുമാണ് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സമ്മാനിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെയും നിരപരാധികളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഈ നിയമ നടപടി അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതാണ്. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ വിജയം വലിയൊരു നാഴികക്കല്ലാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി നിലകൊള്ളുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം ഉയർത്താൻ ഇത്തരം സംഭവങ്ങൾ സഹായിക്കുന്നു. ദേശസ്നേഹവും ജാഗ്രതയും കൈമുതലായുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഇത്തരം ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കൂ. രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഒടുവിൽ മാപ്പു ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്നുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടിയിലൂടെ ഭാരതം നൽകുന്നത്. ഭാവിയിൽ ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആലോചിക്കുന്നവർക്ക് ഇതൊരു കടുത്ത പാഠമായിരിക്കും. ശക്തമായ നിയമങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണകൂടവും ഉള്ളിടത്തോളം കാലം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുത്താൻ ആർക്കും സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് തവി റെയിൽവേ സ്റ്റേഷൻ സ്ഫോടന കേസ് പ്രതിയുടെ അറസ്റ്റ്. അൽതാഫ് ഹുസൈൻ ഷെയ്ഖിന്റെ അറസ്റ്റ് കേവലം ഒരു കുറ്റവാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന വാർത്ത എന്നതിലുപരി ഭാരതം ഇന്ന് കൈവരിക്കുന്ന സുരക്ഷാ കരുത്തിന്റെയും രാഷ്ട്രീയ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണവും ഒളിവ് കേന്ദ്രങ്ങളും ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ശക്തമായ ദേശീയതാബോധവും സുരക്ഷാ മുൻഗണനകളും രാജ്യത്തിന്റെ ആഭ്യന്തര രംഗത്ത് സമാനതകളില്ലാത്ത സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുമ്പോൾ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏത് ചെറിയ കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തുന്നുമുണ്ട്. 1991 ആ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അർദ്ധസൈനിക ഉദ്യോഗസ്ഥരുടെയും നിരപരാധികളായ സാധാരണക്കാരുടെയും കുടുംബങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അല്പം ആശ്വാസം പകരുന്നതാണ് ഈ നിയമ നടപടി. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ആർക്കും എക്കാലവും രക്ഷപ്പെടാനാകില്ല എന്ന സന്ദേശമാണ് ജമ്മു റെയിൽവേ പോലീസ് നൽകിയിരിക്കുന്നത്. ബിജ്ബെഹ്റ പോലുള്ള പ്രദേശങ്ങളിൽ ഒരു സാധാരണ ബിസിനസ്സുകാരനായി വ്യാജവിലാസത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും പോലീസിന്റെയും അപാരമായ പ്രവർത്തന മികവാണ് കാണിക്കുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എത്ര കാലം വേണമെങ്കിലും സുരക്ഷിതരായിരിക്കാം എന്ന തെറ്റായ ധാരണയാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ശക്തമായ ഒരു രാഷ്ട്രമായി ഉയർന്നു നിൽക്കുമ്പോൾ അതിന്റെ അടിത്തറ ശക്തമായ ആഭ്യന്തര സുരക്ഷ തന്നെയാണ്. ഭീകരവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയുള്ള നിലപാടുകൾ കാരണം രാജ്യത്ത് വിഘടനവാദ ശക്തികളുടെ നട്ടെല്ലൊടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാശ്മീരിലെ ഇന്നത്തെ അനുകൂലമായ സാഹചര്യങ്ങളും ഭീകരവാദത്തിനെതിരെയുള്ള കർശന നടപടികളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. അത് ശക്തമായ നേതൃത്വവും രാജ്യസ്നേഹവുമാണ്. രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഏത് ഭീകരതയും വേരോടെ പിഴുതെറിയാൻ സാധിക്കും. ഭാവി തലമുറകൾക്ക് ഭയരഹിതമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവെപ്പാണ് ഈ പ്രതിയുടെ അറസ്റ്റിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ ദേശവിരുദ്ധ ശക്തികൾക്ക് ഇനി ഒരിക്കലും വേരുറപ്പിക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈ ചരിത്രപരമായ നടപടി ലോകത്തിന് നൽകുന്നത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.